പറയാതിരിക്കാൻ കഴിയില്ല. ഫേസ്ബുക്കിൽ സഭകൾ തമ്മിൽ സംവാദമെന്ന് പറഞ്ഞ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഇതര സഭാവിദ്വേഷം പ്രചരിപ്പിക്കുന്നയാളും വ്യാജ അക്കൗണ്ടിലൂടെ ക്രിമിനൽ പ്രവർത്തനങ്ങളും സൈബർ ഗുണ്ടായിസവും നടത്തുന്ന ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ സജീവമായ സൈബർ ക്രിമിനലിനെ പറ്റിയാണ് പറയുന്നത്. ഓർത്തഡോക്സ് സഭയുടെ പേരിൽ ആ സഭയുടെ നിലപാടുകളിൽ നിന്ന് പോലും വ്യതിചലിച്ച് മറ്റുള്ളവർക്കെതിരെ അധിക്ഷേപം ചൊരിയുന്ന ഒട്ടനവധി വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകളുടെ ഉടമയും ഇതേ ആവശ്യത്തിനായി വ്യാജ അക്കൗണ്ട് നിയന്ത്രിക്കുന്ന 6000-ഓളം അംഗങ്ങളുള്ള ഒരു തീവ്രവാദ ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ പ്രധാന നടത്തിപ്പുകാരനുമായ ഇയാൾ ഒരു സാമൂഹ്യ വിരുദ്ധനും നാർസിസ്റ്റും സ്ഥിരം ക്രിമിനലുമാണ് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. യുവാവിനെതിരെ സ്വന്തം ഗ്രൂപ്പിൽ ഒരു വ്യാജ പ്രൊഫൈലിലൂടെ നടത്തിയ സൈബർ ബുള്ളിയിങ്ങും വ്യാജ സാമ്പത്തിക ആരോപണവും മുൻനിർത്തി RMRനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും കുറ്റം ഏറ്റുപറഞ്ഞ് മാപ്പ് പറഞ്ഞതിനെ തുടർന്ന് വിട്ടയക്കുകയുമായിരുന്നു. ഇതിനെ തുടർന്ന് പ്രസ്തുത ഗ്രൂപ്പിൽ വ്യാജ പോസ്റ്റ് നീക്കം ചെയ്യപ്പെട്ടു. എങ്കിലും ഒറ്റയ്ക്ക് തിരിഞ്ഞും ഇയാൾ വ്യാജ പ്രൊഫൈലുകളിലൂടെ ഇതേ ആരോപണം ഉന്നയിക്കുന്നുണ്ട് എന്ന് പരാതിക്കാരന് ബോധ്യപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വീണ്ടും പോലീസിനെ സമീപിക്കാൻ പരാതിക്കാരൻ തീരുമാനമെടുക്കുകയും ചെയ്തു. ഇതര സഭകൾക്ക് എന്ന് മാത്രമല്ല, സ്വന്തം സഭയ്ക്കും സമുദായത്തിനും വേണ്ടി സംസാരിക്കുന്നവരെ അടക്കം തന്റെ തീവ്രവാദ നിലപാടുകളോട് അനുകൂലിച്ചില്ലെങ്കിൽ സ്വന്തം ഗ്രൂപ്പിൽ ഫേക്ക് ഐഡി ഉപയോഗിച്ച് വ്യാജ പ്രചാരണങ്ങൾ നടത്തി മാനഹാനി ഉണ്ടാക്കുകയാണ് ഇയാളുടെ പ്രധാന പരിപാടി. ഇതര സഭകളിൽ പ്രത്യേകിച്ച് യാക്കോബായ മാർത്തോമ, മലങ്കര കത്തോലിക്ക, സീറോ മലബാർ സഭകളിലും വിമത വിഭാഗങ്ങളോടൊപ്പം ചേർന്ന് അന്തചിത്രമുണ്ടാക്കി ഭിന്നിപ്പിക്കാൻ ഈ RMR ശ്രമിക്കുന്നുണ്ട്. ശ്രീകാര്യം ഓർത്തഡോക്സ് ഇടവക അംഗമാണ് എന്ന് അവകാശപ്പെടുന്ന ഇയാൾ പള്ളിയിൽ പോകുന്നയാളോ ഓർത്തഡോക്സ് സഭയുമായോ അതിന്റെ ഇടവകകളുമായോ സംഘടനകളുമായോ യാതൊരു ബന്ധവുമില്ലാത്ത ആളുമാണ്. നിരീശ്വരവാദ നിലപാടുള്ള ഇയാൾ സാത്താൻ ആരാധകരുടെ ഒപ്പം ചേർന്ന് കൂതാശകളെ അധിക്ഷേപിക്കുന്ന പരിപാടിയും നടത്തിയതായി പറയപ്പെടുന്നു. RMRന് 5-ലധികം വ്യാജ ഐഡികൾ ഉണ്ടെന്നാണ് വിവരം. സ്വയം ഓർത്തഡോക്സ് സഭയുടെ പതാകവാഹകനായി അവതരിച്ച് ഇതര സഭകളെ താറടിക്കുന്നതാണ് ഇയാളുടെ മോഡസ് ഓപ്പറൻഡി. ഇതേ ആവശ്യത്തിനായി നിരവധി വ്യാജ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ ഒരേ സമയം ഇയാൾ ഉപയോഗിക്കുന്നു. വായിക്കാൻ കൊള്ളാവുന്ന വ്യാജ പ്രൊഫൈലുകൾക്ക് പുറമെ സുറിയാനി ലിപിയിലും മറ്റും പേരിട്ടിരിക്കുന്ന തട്ടിക്കൂട്ട് അക്കൗണ്ടുകളും ഇയാൾക്കുണ്ട്. സുറിയാനിയിൽ കാര്യമായി യാതൊരു അറിവുമില്ലാത്ത ഇയാൾ സ്വർഗസ്ഥനായ പിതാവേ തുടങ്ങിയ പ്രാർത്ഥനകളുടെ വരികളാണ് അക്കൗണ്ടുകൾക്ക് പേരുകളായിട്ട് കാണുന്നത്. സീറോ മലബാർ സഭക്കാരോടുള്ള അമിതമായ അപകർഷതാബോധവും അസൂയ കാരണം ആ സഭയെ പ്രത്യേകം ഇയാൾ ആക്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതേ ആവശ്യത്തിന് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉപയോഗിക്കുന്ന ഇയാൾ എതിർസ്വരങ്ങൾ ഉയർത്തുന്നവരെയും തന്റെ പൊള്ളത്തരം തുറന്നു കാണിക്കുന്നവരെയും മ്യൂട്ടാക്കുകയും അവരുടെ കമന്റുകൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് പതിവ്. സഭാ സംവാദമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സീറോ മലബാർ സഭാംഗങ്ങളെ വലിയ അളവ് വരെ ആ ഗ്രൂപ്പിൽ ചേർത്തിട്ടുണ്ട് എങ്കിലും ഇയാൾക്കെതിരെ സംസാരിച്ചാൽ ബ്ലോക്ക് ചെയ്യുകയോ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്യുന്നു. ഇത്തരം കെണിയിൽ നിന്ന് ഒരു സഭയിലെയും വിശ്വാസികൾ ചെന്നു പെടരുത് എന്നാണ് അഭ്യർത്ഥന. ഈ അക്കൗണ്ട് സീറോ മലബാർ സഭയിലെ എറണാകുളം വിമതരെ പിന്തുണയ്ക്കുന്ന അസഭ്യവും ലൈംഗിക ചുവയുമുള്ള പോസ്റ്റുകളും മറ്റും സൃഷ്ടിച്ചു വിട്ടുകൊണ്ടിരുന്നു. എറണാകുളം വിമത നിലപാട് പിന്തുടരുന്ന ആൾക്കാരോട് ചോദിച്ചാലും ഇയാൾ ആരാണെന്ന് അവർക്കും വ്യക്തതയില്ലായിരുന്നു. കുർബാന ദിശയുമായി ബന്ധപ്പെട്ട കമന്റുകളിലൂടെ ആസനേഷ്യസ് എന്ന പ്രശസ്തനായ ഇയാളുടെ കള്ളി വെളിച്ചത്തായത് ഇയാളുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഫോട്ടോയിൽ നിന്നാണ്. പോസ്റ്റുകളുടെ സമാന സ്വഭാവം കണക്കിലാക്കി രണ്ടും ഒരേ ആളാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സ്വവർഗ അനുരാഗിയായ RMR ഫേസ്ബുക്കിലൂടെ അല്ലാതെയും ചെറുപ്പക്കാരെ, പ്രത്യേകിച്ച് മാനസിക വെല്ലുവിളി ഉള്ളവരെയും മറ്റും പാട്ടിലാക്കുകയും തുടർന്ന് ഓൺലൈനായും അല്ലാതെ മറ്റു സ്ഥലങ്ങളിൽ വെച്ചും ചില റിസോർട്ടുകളിലും മറ്റും എത്തിച്ചും ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുകയും ചെയ്തതായി വിശ്വസനീയമായ പരാതികൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഇയാളുടെ കെണിയിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചു വരികയാണ്. ആവശ്യം കഴിഞ്ഞാൽ ഈ ഇരകളെ മാനസിക സംഘർഷത്തിലേക്ക് മനഃപൂർവ്വം എത്തിച്ച് അവർക്കെതിരെ വ്യാജ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി അവരുടെ നഗ്നചിത്രം കാട്ടി ഭീഷണിപ്പെടുത്തുകയാണ് ഇയാളുടെ പ്രധാന വിനോദം. അത്തരത്തിൽ മാനസിക സംഘർഷം അനുഭവിച്ച ഒരു ആൺകുട്ടിയുടെ വലിയ വിഷാദ രോഗം നേരിട്ടതും അയാൾ പീഡിപ്പിച്ച കാര്യങ്ങൾ സംസാരിച്ചതുമാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള RMRനെതിരെ ഒരു വീട്ടിൽ കയറി ഒരു ഗൃഹനാഥനെ ആക്രമിച്ച കേസിൽ ഹൈക്കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതായി കാണുന്നു. ഈ കേസ് ഒത്തുതീർപ്പായി എന്നാണ് തോന്നുന്നത്. എന്നിരുന്നാലും ക്രിമിനൽ സ്വഭാവം ഇയാൾക്ക് പണ്ട് മുതലേ ഉണ്ട് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്.